പിടികിട്ടാത്ത വാലുകൾ. സഭാപ്രസംഗി 11-ാം അധ്യായം 1 മുതൽ 10 വരെ. ധ്യാനത്തിനായിട്ട് 10-ാം വാക്യം. ആകയാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. ജെ മോറിസ് എന്ന ഗ്രന്ഥകാരൻ എഴുതിയ ജസ്റ്റ് എ മൊമെൻ്റ് പ്ലീസ് എന്ന പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കഥ ശ്രദ്ധേയമാണ്. ഒരിക്കൽ ഒരു ചെറു നായ് സ്വന്തം വാലിൽ കടിക്കുവാൻ ഭഗീരഥ പ്രയത്നം ചെയ്യുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും വാലിൽ പിടികിട്ടാതെ അത് വട്ടം കറങ്ങുന്നത് ഒരു വലിയ നായ് കണ്ടു. നീ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് വട്ടം കറങ്ങുന്നത്? വലിയ നായ് ചോദിച്ചു. നമ്മുടെ ആനന്ദം കുടികൊള്ളുന്നത് വാലിലാണ് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അത് കടിച്ചെടുക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്, ചെറു നായ് പറഞ്ഞു. എന്നോടും ഒരിക്കൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു. നമ്മളെ കബളിപ്പിക്കുവാൻ പറയുന്നതാണ് ഇതൊക്കെ. നിന്നെപ്പോലെ ഞാനും പലവട്ടം ശ്രമിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഒരിക്കലും വാനിൽ പിടികിട്ടിയിട്ടില്ല. മാത്രമല്ല, ഈ പാഴ്വേല ഉപേക്ഷിച്ച് എൻ്റെ വഴിക്ക് പോകാമെന്ന് വെച്ചിട്ടും വാൽ എൻ്റെ പിന്നാലെ വരുന്നതായിട്ടാണ് കണ്ടത്. ഈ നായ്ക്കളെപ്പോലെ നമ്മളും ആനന്ദം തേടി വട്ടം കറങ്ങുന്നവരാണ്. ഈ വിപുല ശ്രമത്തിനിടയിൽ നൈമിഷികമായ സന്തോഷം ലഭിച്ചെന്നും ഇല്ലെന്നും വരാം. ഏതായാലും ഒന്ന് തീർച്ചയാണ്, അത്തരം സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും പര്യവസാനം നിത്യദുഃഖവും നിത്യ നൈരാശ്യവുമായിരിക്കും. മേലുദ്ധരിച്ച കഥയിലെ നായ്ക്കൾ വാലിൽ പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ മനുഷ്യരും പലതരം വാലുകളിൽ പിടിക്കുവാൻ വിഫല ശ്രമം നടത്താറുണ്ട്. മദ്യപാന ആസക്തി അങ്ങനെയുള്ള ഒരു വാലാണ്. മദ്യം മദ്യപിക്കുന്നതാണല്ലോ. അതിന് ലഹരി പിടിച്ചു കഴിയുമ്പോൾ മനക്ലേശങ്ങൾ മറക്കാൻ കഴിയുമെന്നാണ് മദ്യപന്മാരുടെ അവകാശവാദം. എന്നാൽ ക്ഷണനേരത്തേക്ക് മാത്രമുള്ള ലഹരി കെട്ടടങ്ങുന്നതോടെ പൂർവോപരി ദുഃഖവും നൈരാശ്യവും വന്നണയും. പിന്നെയും പിന്നെയും അവൻ കുടിക്കുന്നു, ഫലം തടയുക. അങ്ങനെ അവൻ നിത്യ ദുഃഖിതനായി തീരുന്നു. വാലിൽ പിടിക്കാനുള്ള തൻ്റെ ശ്രമം ഒരു വേള ഉപേക്ഷിച്ചാലും അത് അവനെ പിന്തുടരുന്നതായി അനുഭവപ്പെടുന്നു. പണം വെച്ചുള്ള ചീട്ടുകളിയാണ് മറ്റൊരു വാൽ. മദ്യം പോലെ തന്നെ വിപൽക്കരമാണിത്. ക്ഷണികമായ സന്തോഷത്തിനു വേണ്ടി ഇക്കൂട്ടർ തങ്ങളുടെ കീശ ശൂന്യമാക്കുന്ന ആധുനിക നാഗരികതയുടെ സംഭാവനകളായ മയക്കുമരുന്നുകൾ, നിശാ ക്ലബ്ബുകൾ തുടങ്ങിയ നിരവധി വിനോദ പരിപാടികളുണ്ട്. അവയെല്ലാം മനുഷ്യനെ പിടികിട്ടാത്ത വാലുകളാണ്. ഇവയിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്ന നൈരാശ്യം കലർന്ന സ്വരത്തിൽ പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ പരാജയ കാരണം കണ്ടുപിടിക്കുകയാണ് ഒന്നാമത് വേണ്ടത്. ക്ഷണികമായ സന്തോഷവും ശാശ്വതമായ ആനന്ദവും ഒന്നാണെന്ന് ധരിക്കരുത്. താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയുള്ള കുറുക്കുവഴികൾ ആനന്ദം കൈവരുത്തുവാൻ പര്യാപ്തമല്ല. നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറുന്നതിലൂടെയും സമസൃഷ്ടികളെ സഹായിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നതിലൂടെയും ഉദാത്തമായ ആനന്ദം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുവാൻ കഴിയും എന്നതാണ് ആനന്ദലബ്ധിയുടെ മർമ്മം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ഇത്തരുണത്തിൽ സ്മരണീയമാണ്. മനുഷ്യൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം നിത്യമായ ആനന്ദം ഉണ്ടാവുകയില്ല. ഒരുവൻ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം അഥവാ നിത്യ ആനന്ദം ദർശിക്കുവാൻ കഴിയുകയില്ലെന്ന് അതെ എന്ന് ഉറപ്പിച്ച് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. വീണ്ടും ജനിക്കുക എന്നതാണ് സനാതനമായ ആനന്ദം പ്രാപിക്കുവാനുള്ള വഴി. ഓർക്കണമേ, സ്വഭാവശുദ്ധി കൂടാതെയുള്ള അറിവ് അപകടകരവും ഭീകരവുമാണ്. സദൃശ്യവാക്യങ്ങൾ 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സ് അസ്ഥികളെ ഉണക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.